ചൈനീസ് മൊബൈൽ ബ്രാൻഡുകൾ 50,000 രൂപയുടെ ഫോണും കൊറിയൻ മൊബൈൽ കമ്പനികൾ 1,00,000-ന് മുകളിൽ വിലയുള്ള ഫോണൊക്കെ ഇറക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഒരു പാവം ഇന്ത്യൻ കമ്പനി 7,299 രൂപയ്ക്ക് 4 GB റാമും പിന്നെ 128 GB സ്റ്റോറേജൊക്കെ ആയിട്ട് ഒരു ഫോൺ നാളെ വിപണിയിൽ ഇറക്കുന്നുണ്ട്. അതാണ് ലാവയുടെ യുവ 3 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അധികം ഡെക്കറേഷൻ ഒന്നുമില്ലാത്തൊരു പാക്കേജിലാണ് നമുക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നത്. ഈ ഒരു പാക്കേജിൽ മേൽ പ്രൗഡ്ലി ഇന്ത്യൻ എന്നൊരു ഹാഷ്ടാഗ് ഉണ്ട്. പാക്കേജിനകത്തായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസ് കവറും സിം ഇജക്ടറും ചാർജറും USB കേബിളും പിന്നെ ലാവയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കേടായാൽ വീട്ടിൽ വന്ന് നന്നാക്കുമെന്നുള്ള ഗ്യാരണ്ടിയും കാണാം. ഐഫോണിൻ്റെ ഒക്കെ സ്റ്റൈലുള്ള ഫ്ലാറ്റ് എഡ്ജും മെറ്റൽ ഫ്രെയിമിനുള്ള തീർത്തിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ റിയർ സൈഡിൽ ഇത്തരത്തിൽ ഭംഗിയേറിയ ഒരു ട്രിപ്പിൾ ക്യാമറ യൂണിറ്റ് കാണാം. വലത്ത് സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുള്ള പവർ ബട്ടണും വോളിയം കീകളുമാണുള്ളത്. ഇടത് സൈഡിൽ ഡെഡിക്കേറ്റഡ് ആയ ട്രിപ്പിൾ സിം സ്ലോട്ടാണ്. താഴെയായിട്ട് C ടൈപ്പ് പോർട്ടിനോടൊപ്പം 3.5 mm ഓഡിയോ ജാക്ക് കാണാം. ഫ്രണ്ടിൽ 5 ഹോൾ ക്യാമറയുള്ള HD+ ഡിസ്പ്ലേ ആണ്. അതായത് 720x1600 റെസൊല്യൂഷൻ. ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്, പക്ഷേ AMOLED ഒന്നുമല്ല. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഫ്രണ്ടിലെ 5 MP ക്യാമറയും റിയർ സൈഡിൽ 13 MP ട്രിപ്പിൾ ക്യാമറ യൂണിറ്റുമാണ് ലാവയുടെ യുവ 3-ലുള്ളത്. ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ലൈവായിട്ട് കണ്ടുനോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ ഞാൻ എൻ്റെ സ്റ്റുഡിയോയുടെ ഉൾഭാഗമാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. സാധാരണ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പുറത്തുനിന്ന് എടുത്തില്ല, അകത്തുനിന്ന് എടുത്തു. എങ്ങനെയുണ്ട് ഒരു ക്വാളിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫേസുള്ള ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മൈക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത് ഫുൾ HD ആണ്, പക്ഷേ 30 frames per second റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ദൃശ്യമാണ്. അപ്പോൾ ഇതും നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എത്രമാത്രം ഉണ്ട് ക്വാളിറ്റി എന്ന് നോക്കുക. എന്തായാലും ഇതും ഫുൾ HD റെസൊല്യൂഷനിൽ 30 frames per second നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക. ഇവിടെ ഞാൻ മൈക്കുകളൊന്നും വേറെ ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റിയും കൂടി എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ സ്റ്റുഡിയോക്കകത്ത് നിന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറച്ച് പേര് ഇപ്പോൾ ഇതാ കമൻറ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, താൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റുള്ള എടുത്ത് നിന്നിട്ട് വീഡിയോ എടുത്തില്ലേ, പുറത്ത് നിന്നത് എനിക്ക് എടുത്തുകൂടായിരുന്നോ എന്ന്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ടുള്ളൊരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്ത് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ഫോൺ തിരിച്ച് പിടിച്ചിട്ട് സെൽഫി മോഡലിൽ എടുത്തൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന 7,299 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഫോണും ക്യാമറയുടെ ക്വാളിറ്റി എന്ന രീതിയിൽ നോക്കിയതിന് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. നിങ്ങളാണ് ഇതിൻ്റെ അന്തിമമായിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടത്, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന്. അത് കൊടുക്കുന്ന പൈസക്കുള്ളതുണ്ടോ എന്നൊക്കെ. അതൊരു സാധാരണക്കാരന് അത്യാവശ്യം ഒരു ഫോൺ ഒരു ക്യാമറ എന്നൊക്കെ രീതിയിൽ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. യൂണിസോക്കിൻ്റെ T606 ഒക്ടാകോർ പ്രോസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് 13 ആണ് നിലവിൽ. അപ്ഗ്രേഡ് ലഭ്യമാണ്. ഒരു തരത്തിലുമുള്ള ബ്ലോട്ട്വെയർ ആപ്പുകൾ ഒന്നും തന്നെ കുത്തി നിറയ്ക്കാതെ മാക്സിമം സ്റ്റോറേജ് നമുക്ക് ലഭ്യമാക്കാനായിട്ട് ലാവ ശ്രമിച്ചിട്ടുണ്ട്. ഇത് 128 GB സ്റ്റോറേജിൻ്റെ ഫോണാണ്. റാം 4 GB ആണ്. 4 GB എക്സ്റ്റൻഡഡ് റാം ഫീച്ചറും ഇതിലുണ്ട്. ബാറ്ററി 5000 mAh-ൻ്റെതാണ്. അത് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള 18 വാട്ടിൻ്റെ ചാർജറും ലാവ തരുന്നുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് സ്കാനറും ഹെഡ്ഫോൺ കണക്ട് ചെയ്താൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന FM റേഡിയോയും ഇതിലുണ്ട്. ഇത്തരത്തിലൊരു ഗെയിം ബൂസ്റ്ററൊക്കെ ഈ ഒരു ഫോണിലുണ്ടെങ്കിലും ഞാൻ അതൊന്നും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. കാരണം ഇതൊന്നും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോണല്ല, ഒരു സാധാരണക്കാരൻ്റെ ഫോണാണത്. അപ്പോൾ അതിന് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. നാളെയാണ് ഇതിൻ്റെ സെയിൽ ആരംഭിക്കുന്നത്. ആമസോണിൽ കൂടിയാണ് വിൽപ്പന. ഇതിന് 2 വേരിയൻ്റ് ഉണ്ട്. അതായത് 6,799 രൂപയ്ക്ക് 4 GB റാമും 64 GB സ്റ്റോറേജ് ഉള്ളതും പിന്നെ 7,299 രൂപയ്ക്ക് 4 GB റാമും 128 GB സ്റ്റോറേജുമുള്ള ഈ ഒരു മോഡലും. ഇങ്ങനെ 2 മോഡലുകളിൽ ലഭ്യമാണ്. 1 വർഷം വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരുമെന്നൊക്കെ പറഞ്ഞിട്ടും ലാവയുടെ മൊബൈലുകളിൽ ഇപ്പോഴും ചിലർക്കൊക്കെ വിശ്വാസക്കുറവുണ്ട്. എന്തായാലും ലാവ പഴയ ലാവയല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം എൻ്റെ കയ്യിൽ കിട്ടിയ പല ഫോണുകളും ഇതാ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. ഇതുണ്ടോ, നല്ലൊരു പെർഫെക്ഷൻ. അത് മാത്രമല്ല ഈ ഫോണുകളൊക്കെ ഇന്ന് പല കമ്പനികൾക്കും അവരുടെ നാമധേയത്തിൽ നമ്മുടെ ലാവ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടതാണ് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ആ ഒരു ലാവ അവരുടെ ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് എന്ന രീതിയിൽ പുറത്തിറക്കുന്ന ഇത്തരം വില കുറഞ്ഞ ഫോണുകൾ എന്തായാലും ഒട്ടും മോശമായിരിക്കില്ല. പ്രത്യേകിച്ച് 7,200 ചില്ലാൻ രൂപയ്ക്ക് ഇത്തരത്തിലൊരു ട്രിപ്പിൾ ക്യാമറയും അത്യാവശ്യം കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. എന്നാലും ക്യാമറയും മോശമൊന്നുമല്ല, പെർഫോമൻസും തീരെ മോശമൊന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ മോശമല്ല. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ മോശമാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ എടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറഞ്ഞൊരു ഫോൺ എടുക്കുന്ന ഒരാൾക്ക് അവൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ളൊരു ഫോൺ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നൊരു മോഡലാണ്. അധികം വലിയ പെർഫോമൻസിനോ അധികം വലിയ ക്യാമറ ക്വാളിറ്റി അങ്ങനെ വലിയ വീരവാദമൊന്നും ഇതിന് പറയാനൊന്നുമില്ല. എന്തായാലും ഒരു സാധാരണക്കാരൻ്റെ ഫോൺ എന്ന് നിസ്സംശയം പറയാം. എന്തായാലും നിങ്ങൾക്ക്
ഈ ഒരു ഫോണിനെ കുറിച്ച്, ഈ ഒരു സ്പെക്കും ഈ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് തോന്നിയ ഒരു അഭിപ്രായം. എന്തായാലും വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.